ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആദ്യം കോൺഫറൻസ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയിയുടെ ആത്മഹത്യ അന്വേഷിക്കുന്ന കർണാടക പോലീസിന്റെ SIT സംഘം നാളെ കൊച്ചിയിലെത്തും. കേരളത്തിലെ കോൺഫറൻസ് ഗ്രൂപ്പിന്റെ ഇടപാടുകളടക്കം പരിശോധിക്കും. ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിലേക്ക് നയിച്ച കാരണം എന്നിവയ്ക്ക് പുറമെ റോയി വിഷാദ രോഗത്തിന് ചികിത്സ നേടാനുള്ള കാരണങ്ങളും SIT അന്വേഷിക്കുന്നുണ്ട്. അടുത്തിടെ കോൺഫറൻസ് ഗ്രൂപ്പിന്റെ ചില പ്രോജക്റ്റുകളിൽ തിരിച്ചടി നേരിട്ടിരുന്നു. പ്രോജക്റ്റുകളിൽ നിക്ഷേപം നടത്തിയ ചിലർ തുടർച്ചയായി പണം തിരികെ ചോദിച്ചതും റോയിയെ പ്രതിസന്ധിയിലാക്കി. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ റോയിയുമായി ബന്ധപ്പെട്ടുണ്ട്. നമുക്കറിയാം എന്താണ് ഈ ആത്മഹത്യയിലേക്ക് റോയിയെ നയിച്ചത് എന്ന കാര്യത്തിലാണ് വ്യക്തത വരുത്തേണ്ടത്. അത് പക്ഷേ SIT സംഘത്തിന് ഇതുവരെ സാധിച്ചിട്ടില്ല. കുറേ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ഒന്ന്, ഈ റോയി ഉപയോഗിച്ചിരുന്ന ഫോണുകൾ, അത് വളരെ പ്രധാനപ്പെട്ട പ്രൊട്ടക്ഷനൊക്കെ അടങ്ങിയ ഫോണുകളായിരുന്നു. അത് തുറക്കുക എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ. മറ്റൊന്ന്, കുടുംബാംഗങ്ങൾ നൽകുന്ന മൊഴി. നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റോയി ആരോടെങ്കിലും തൻ്റെ പ്രശ്നങ്ങൾ പങ്കുവച്ചിരുന്നു എന്ന കാര്യം. ഇതടക്കം നിരവധി പ്രശ്നങ്ങളാണ്, കുരുക്കുകളാണ് അന്വേഷണ സംഘം അഴിച്ചെടുക്കേണ്ടത്. അതിനുള്ള ശ്രമത്തിലാണ് അവർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏതായാലും ബാഹ്യസമ്മർദ്ദം ഈ മരണവുമായി ബന്ധപ്പെട്ട് റോയിക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം എന്ന് പറയുന്നത്, റോയിയെ പോലെ ഒരു ബിസിനസ്മാൻ, ഒരു ധനാഢ്യൻ, അദ്ദേഹം നിക്ഷേപം വാങ്ങാതെ എങ്ങനെ ഈ പ്രോജക്റ്റുകൾ നടപ്പിലാക്കി എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയുണ്ട്. ആ നിക്ഷേപം നൽകിയ സിനിമാ രംഗത്തെ ഉള്ളവർ അടക്കം റോയിയെ സമ്മർദ്ദത്തിലാക്കിയോ അടുത്ത ദിവസങ്ങളിൽ എന്നുള്ള പ്രധാനപ്പെട്ട രീതിയിലുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നവമി ദിനേശ് കൊച്ചിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. നവമി, ഒരുപാട് ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ട് അഴിച്ചെടുക്കാറുണ്ട്. അതിനുള്ള ശ്രമത്തിലാണ്. അന്വേഷണം കാര്യമായി നടക്കുന്നുണ്ട് എങ്കിൽ പോലും കൃത്യമായ ഒരു കാരണത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതൊരു പ്രധാന പ്രശ്നമല്ലേ? രഞ്ജിത്ത്, നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കർണാടകയിൽ നിന്നുള്ള SIT സംഘം നാളെ ആയിരിക്കും കൊച്ചിയിലേക്ക് എത്തുക. ചില വിവരങ്ങൾ ഈ റോയിയുടെ കുടുംബത്തിൽ നിന്നും അതോടൊപ്പം തന്നെ കോൺഫറൻസ് ഗ്രൂപ്പിന്റെ പാലാരിവട്ടത്തെ ഓഫീസിൽ നിന്നും ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും കൊച്ചിയിലേക്ക് എത്തുക. അതോടൊപ്പം തന്നെ IT ഉദ്യോഗസ്ഥരെ നമുക്കറിയാം. കൊച്ചിയിൽ നിന്നുള്ള IT ഉദ്യോഗസ്ഥരായിരുന്നു ഈ റോയിയുടെ ബംഗളൂരുവിലെ ഓഫീസിൽ റെയ്ഡ് നടത്തിയിരുന്നത്. അവരായിരുന്നു ഈ റോയിയുടെ മരണസമയത്ത്, ആ റെയ്ഡിന്റെ സമയത്തായിരുന്നു റോയി ആത്മഹത്യ ചെയ്തത്. അവരിൽ നിന്നുമൊക്കെ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. അവർ പ്രധാനമായും അന്വേഷിക്കുന്നത് ഈ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ആദായ നികുതി വകുപ്പ് ഇത്തരത്തിൽ ഒരു റെയ്ഡ് റോയിയുടെ ഓഫീസിലേക്ക് നടത്താനുണ്ടായ കാരണം എന്തെന്നാണ് ആദ്യമായി അറിയേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ IT ഓഫീസിലേക്ക് എത്തുക. അവിടെ വെച്ച് ഈ ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ് എന്തിൻ്റെ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു റെയ്ഡ് നടത്താൻ കാരണം എന്നീ വിവരങ്ങളായിരിക്കും പ്രധാനമായും അവിടെ നിന്ന് ശേഖരിക്കുക. അതോടൊപ്പം തന്നെ കോൺഫറൻസ് ഗ്രൂപ്പിൻ്റെ പാലാരിവട്ടത്തുള്ള ഓഫീസിൽ, അവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത്. അവിടെ എത്തി ഇപ്പോൾ അതിൻ്റെ ചുമതലക്കാരനായിട്ടുള്ള TA ജോസഫിൻ്റെ മൊഴിയും വീണ്ടും രേഖപ്പെടുത്തും. അദ്ദേഹത്തിൻ്റെ മൊഴി നേരത്തെ തന്നെ ബംഗളൂരുവിൽ വെച്ച് എടുത്തിരുന്നു. പക്ഷേ കൊച്ചി ഓഫീസിലെത്തി ഒരിക്കൽ കൂടി മൊഴി രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ റോയി എപ്പോഴൊക്കെയാണ് ഈ ഓഫീസിലേക്ക് വന്നിട്ടുള്ളത് എന്നീ കാര്യങ്ങളും ചോദിച്ചറിയേണ്ടതുണ്ട്. ഈ ബംഗളൂരുവിലെ ഓഫീസിൽ നടത്തിയ റെയ്ഡിൽ ഈ ആത്മഹത്യക്കുറിപ്പിന് സമാനമായിട്ടുള്ള ഡയറിക്കുറിപ്പ് മാത്രമാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റിടപാടുമായി ബന്ധപ്പെട്ട ഒരു രേഖകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് ചിലപ്പോൾ കൊച്ചിയിലെ ഓഫീസിൽ ഉണ്ടാകുമെന്നൊരു നിഗമനത്തിലാണ് SITയും എത്തി നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നാളെയുള്ള പരിശോധന. ഇതിൽ ഈ പ്രത്യേകിച്ച് ഈ വിദേശത്തുള്ള ഇടപാടുമായി ബന്ധപ്പെട്ടാണ് റോയിക്ക് വലിയ ബാധ്യത ഉണ്ടായത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ കേന്ദ്ര ഏജൻസികളുടെ റെയ്ഡിനെ തുടർന്ന് പല ആളുകളും, അത് കേരളത്തിലെ തന്നെ രാഷ്ട്രീയ നേതാക്കളുണ്ട്, സിനിമാ താരങ്ങളുണ്ട്, ഇവരൊക്കെ തങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിച്ചു എന്നാണ് റോയി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ആരൊക്കെയാണ്? ആ രീതിയിലേക്കുള്ള ഒരു അന്വേഷണത്തിലേക്ക് കൂടി അന്വേഷണ സംഘം നീക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സിനിമാ മേഖലയിലുള്ളതോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള നേതാക്കളിലേക്കുമൊക്കെ അന്വേഷണം നീളാനുള്ളൊരു സാധ്യതയുമുണ്ട്. അവരുടെ മൊഴിയൊക്കെ വിശദമായി രേഖപ്പെടുത്താൻ തന്നെയായിരിക്കും ഈ IT ഇപ്പോൾ SIT സംഘം തീരുമാനിച്ചിരിക്കുക. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ റോയി ഈ ഡിപ്രഷന് ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നു എന്ന് കുടുംബം മൊഴി നൽകിയിട്ടുണ്ട്. അത് ബംഗളൂരുവിലെ ഒരു ആശുപത്രിയിലായിരുന്നു വിഷാദ രോഗത്തിന് അദ്ദേഹം. റോയിയെ നിരവധി പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു. നമ്മൾ പുറത്ത് കണ്ടിരുന്ന വളരെ സന്തോഷവാനായി, വളരെ ആർജവത്തോടെ അഭിമുഖങ്ങളൊക്കെ നൽകിയിരുന്ന റോയി ആയിരുന്നില്ല യഥാർത്ഥത്തിൽ. അദ്ദേഹത്തിന് നിരവധി സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു, സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു. ഈ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട നിക്ഷേപം സ്വീകരിച്ചവർ
പണം തിരികെ ചോദിച്ചതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയിരുന്ന ഒരാളാണ്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഈ ബാംഗ്ലൂരിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലൊക്കെ അദ്ദേഹത്തിന് മാത്രം ചെന്ന് കയറാൻ പറ്റുന്നൊരു മുറി ഉണ്ടായിരുന്നു. അത് തുറക്കുക, അത് പരിശോധിക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രാധാന്യത്തോടെ SIT ശ്രമിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും ഈ വിഷയങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ആദായനികുതി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം പൂർണ്ണമായും ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന കാര്യത്തിലും ഒരു വ്യക്തത വന്നിട്ടുണ്ടല്ലോ. അതെ, SIT സംഘം ഈ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൊഴി നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. അവർ കൃത്യമായി പറയുന്നത് തങ്ങളുടെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദവും റോയ്ക്ക് മേലുണ്ടായിരുന്നില്ല. ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അതായത് ഈ ബിസിനസ് ഇടപാടുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ആദായ നികുതി വകുപ്പും അതോടൊപ്പം തന്നെ EDയും ഈ റോയുടെ വീട്ടിലും ഓഫീസുകളിലും ഒക്കെ ആയിട്ട് വിവിധ തരത്തിലുള്ള ഒരു പരിശോധനകൾ നടത്തിയത്. ആ പരിശോധനയിൽ ചില സംശയങ്ങളുണ്ടായിരുന്നു. അത് ദൂരീകരിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള രേഖകൾ മാത്രമാണ് തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് എന്ന തെളിവുകളടക്കമാണ് ആദായ നികുതി വകുപ്പ് ഈ SITക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള സമ്മർദ്ദം തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് അവർ പറയുമ്പോൾ അത് SIT ഒരു ഭാഗികമായി തന്നെ വിശ്വാസത്തിലെടുത്തിരിക്കുകയാണ്. പക്ഷേ അതിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്തിൻ്റെ സംശയത്തിലാണ് ആദായ നികുതി വകുപ്പ് ഈ റോയുടെ ഓഫീസിൽ റെയ്ഡ് നടത്താൻ കാരണമായതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നാളെ കൊച്ചിയിലെത്തുന്ന സംഘം ആദായ നികുതി വകുപ്പിൻ്റെ ഓഫീസിലുമൊക്കെ പരിശോധന നടത്തുക, അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ പരിശോധിക്കുക. മറ്റൊന്ന്, റോയുടെ ആത്മഹത്യാക്കുറിപ്പിന് സമാനമായിട്ടുള്ള ഒരു ഡയറി കുറിപ്പ് കണ്ടെത്തിയിരുന്നു. 9 പേജുള്ള ഡയറി കുറിപ്പ്. അതിൽ കുടുംബത്തോടടക്കം മാപ്പ് ചോദിക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം ഈ വിദേശത്തെ ഇടപാടുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, ഇൻവെസ്റ്റേഴ്സൊക്കെ പിന്മാറിയത് തന്നെ വലിയ മാനസിക സമ്മർദ്ദത്തിൽ ആഴ്ത്തിയിരുന്നു എന്നുകൂടി ആ ഡയറി കുറിപ്പിൽ പറയുന്നുണ്ട്. അങ്ങനെ അത്രയും വലിയ ബിസിനസ്സുകാരനായിട്ടുള്ള റോയ്ക്ക് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ കുടുംബത്തോടോ അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹപ്രവർത്തകരോടോ ഒന്നും പറയാത്ത തരത്തിലേക്ക് റോയി വലിയ സമ്മർദ്ദത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ തന്നെയാണ് അവിടെയാണ് പോലീസിന്റെ സംശയം ബാക്കി നിൽക്കുന്നത്. അത് ദൂരീകരിക്കുക എന്നതുകൂടിയാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ. അതിനു വേണ്ടിയിട്ടാണ് നാളത്തെ കൊച്ചിയിലെ ഓഫീസിലെ റെയ്ഡിൽ പരിശോധനകൾ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അഴിഞ്ഞ് വീഴാനുണ്ട്. അതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നടക്കുന്നത് SIT എന്നാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും നാളെ SIT സംഘം കേരളത്തിലേക്ക് എത്തുകയാണ്, കൊച്ചിയിലെത്തും. അവിടെ കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ MD അടക്കമുള്ളവരെ ചോദ്യം ചെയ്യും, ജോസഫിനെ അടക്കം ചോദ്യം ചെയ്യും, മൊഴികൾ സ്വീകരിക്കും. അതിനുശേഷമാകും ഒരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.